സംസ്ഥാനം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന LDF സർക്കാർ സമസ്ത മേഖലയിലും ഉണ്ടാക്കിയ വികസനങ്ങളും നടപ്പിലാക്കിയ ക്ഷേമാശ്വാസ നടപടികളും അനുഭവവേദ്യമായ പൗരന്മാർ വീണ്ടും ഒരിക്കൽ കൂടി അധികാര തുടർച്ചയ്ക്കായി വോട്ട് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയുമാണ്. അതിനിടെ ഏതു വിധേനയും അധികാരം തിരിച്ചുപിടിക്കണമെന്ന ആക്രാന്തത്തിൽ പരിഭ്രാന്തമായി ഓടി നടക്കുകയാണ് UDF എന്ന പ്രതിപക്ഷ മുന്നണി. അതിന്റെ ഭാഗമായി 10 വർഷം മുൻപുള്ള 5 വർഷം അധികാരത്തിലിരിക്കെ ആളുകളെ പറഞ്ഞുപറ്റിച്ച UDF സമ്മതിദായകരുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് തട്ടാമെന്ന വ്യാമോഹത്തിൽ 5-ന് പരിപാടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രചാരണ ജാഥയുടെ സമാപനത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇതിന്റെ പ്രഖ്യാപനം നടത്തിയത്. UDF അധികാരത്തിൽ തിരിച്ചെത്തിയാൽ സ്ത്രീകൾക്കെല്ലാം KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ പുതിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി, സംരംഭങ്ങൾ തുടങ്ങുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി യുവജനങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും അന്തസ്സും ഉറപ്പാക്കുന്നതിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്നിവയാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നുവരുന്ന പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകും. ഇൻഷുറൻസ് പദ്ധതിയിലൂടെ 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ പരിരക്ഷ ലഭ്യമാക്കുമെന്നിവയും അനുബന്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങളുടെ പൊള്ളത്തരങ്ങളും UDF അധികാരത്തിലിരിക്കെ നൽകിയ വാഗ്ദാനങ്ങൾ പാഴ്വാക്കുകളായി മാറിയതും സംബന്ധിച്ച് ഇതിനകം തന്നെ ചർച്ചയായിട്ടുണ്ട്. നിലവിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ പോലും കൃത്യമായി വിതരണം ചെയ്യാത്തതിന്റെയും കുടിശ്ശിക വരുത്തിയതിന്റെയും കണക്കുകളും പുറത്തുവന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ കണക്കുകൾ തന്നെയാണ് പ്രധാനം. 2011 മുതൽ 16 കാലത്ത് സംസ്ഥാനം ഭരിച്ച UDF സർക്കാർ 18 മാസത്തെ സാമൂഹ്യ പെൻഷൻ കുടിശ്ശിക വരുത്തിയാണ് പോയതെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ അവരുടെ നേതാക്കൾ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത്. അതിന്റെ കൃത്യമായ കണക്കുകൾ നമ്മുടെ പൊതുമണ്ഡലങ്ങളിൽ ലഭ്യമാണ്. അതിലൊന്ന് നിയമസഭാ രേഖകളിൽ കാണാവുന്നതാണ്. 2016 ഫെബ്രുവരി 22-ന് അന്നത്തെ സാമൂഹ്യനീതി മന്ത്രി MK മുനീർ നൽകിയ മറുപടിയിൽ മാസത്തിന്റെ കണക്ക് മറച്ചുവെച്ചിട്ടുണ്ടെങ്കിലും കുടിശ്ശിക തുക എത്രയെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. വയോജന പെൻഷൻ കുടിശ്ശിക 366.09 കോടിയായിരുന്നു. അംഗപരിമിത പെൻഷൻ 166.70, വിധവാ പെൻഷൻ 553.20, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്കുള്ള പെൻഷൻ 35.89 കോടി വീതം കുടിശ്ശികയാണെന്നായിരുന്നു മറുപടിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നു തന്നെ പെൻഷൻ കുടിശ്ശികയായിരുന്നുവെന്നത് സ്ഥാപിക്കപ്പെടുന്നു. മറ്റൊരു ചോദ്യത്തിനുള്ള ഉത്തരം പരിശോധിച്ചാൽ UDF സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകും. 2016 ഫെബ്രുവരി 24-ന് നിയമസഭയിൽ KK ജയചന്ദ്രൻ ഉന്നയിച്ച ചോദ്യം ആ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ബജറ്റിൽ പ്രഖ്യാപിച്ച നടപ്പിലാക്കാതിരുന്ന പദ്ധതികളുടെ വിശദാംശങ്ങളായിരുന്നു. അതിന് മുഖ്യമന്ത്രിയുടെ മറുപടിയായി ചെറുതും വലുതുമായ 86 പാഴ് പ്രഖ്യാപനങ്ങളുടെ പട്ടികയാണ് നൽകിയത്. രജിസ്ട്രേഷൻ വകുപ്പിൽ ഓൺലൈൻ പോക്കുവരവ് എന്നു തുടങ്ങി മുഴുവൻ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളാക്കൽ, ആരോഗ്യ ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം, ആശ്വാസ്, ഓരോ ജില്ലയിലും 1 ഗ്രാമത്തിൽ 1 കലാഗ്രാമം, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പെൻഷൻ, സംയോജിത കടൽ സുരക്ഷ, സീറോ വേസ്റ്റ്, രാത്രികാല പാർപ്പിട നിർമ്മാണം, തൃപ്തി ന്യായവില ഭക്ഷണശാലകൾ, കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതി, പട്ടികവർഗ വ്യവസായ സംരംഭകർക്ക് ധനസഹായം എന്നിങ്ങനെ വൻ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ച നടപ്പിലാക്കാത്തവയായി മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത്. യുവാക്കളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് 10% പങ്കാളിത്ത സഹായം, വനിതാ സംരംഭകർക്കായി പലിശ സമാശ്വാസ പദ്ധതി എന്നിവ പ്രഖ്യാപിച്ചെങ്കിലും ആ സർക്കാർ നടപ്പിലാക്കിയില്ലെന്നും നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. UDF മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൽകിയ മറുപടിയാണ് ഇത് എന്നതുകൊണ്ട് തന്നെ അവർക്ക് നിഷേധിക്കാനാകില്ല. അധികാരം കിട്ടിയ കാലത്ത് തങ്ങളുടെ തന്നെ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇത്രയും ഗുരുതര വീഴ്ച കാട്ടിയവരാണ് ഇനി കിട്ടിയാൽ അതിലും വലുത് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ വില കുറച്ച് കാണുന്നതാണ് ഈ സമീപനം. വീണ്ടും വീണ്ടും പറഞ്ഞു പറ്റിക്കാമെന്നുള്ള UDF-ന്റെ അബദ്ധ ധാരണ ഒരിക്കൽ കൂടി ജനങ്ങൾ തള്ളിക്കളയുമെന്നതിൽ സംശയമില്ല.